Nobody had any expectation in me. So from my childhood, I've always been a fighter. ഇങ്ങനെയൊക്കെ ഞാൻ ബാളം വെച്ച് സംസാരിക്കുമെങ്കിലും I have had my own share of difficult days. And tomorrow I know that he will grow up to be someone who respects women. Honestly speaking, I haven't prepared for this session at all. ഓസ്കറിന് മാത്രം കാണുന്ന മറ്റേ സംസാരിക്കാനുള്ള 3 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ ഉണ്ട്. സോ ഐ വാസ് caught off guard and said that you have to speak. So everybody is like, Naila can speak. This is what she does all the time. But trust me, നിങ്ങളോട് സംസാരിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പോട്ട്ലൈറ്റ് ഇട്ട് തരുമ്പോഴത്തേക്കും ഇനി ഏത് സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. സോ ഐ എം ആക്ച്വലി ഗോയിങ് ത്രൂ ദി സെയിം. ഓൾറൈറ്റ്, സോ വെരി വെരി warm welcome and good evening. So nice to hear stories. First of all, your story literally moved me, and we have a male version of you sitting here, Sujit, who's also a close friend of ours. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് കേട്ടിട്ട് ഞാൻ എന്ത് സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയാനാണ്? ഐ ക്യാൻ ഓൺലി ടോക്ക് അബൌട്ട് ദ ജേർണി സോ ഫാർ ഇൻ മൈ ലൈഫ്. സോ ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. ബട്ട് ദ തിങ് ദാറ്റ് വർക്ക്ഡ് വെൽ ഫോർ മീ ഇൻ മൈ ലൈഫ് വാസ് ദാറ്റ് nobody had any expectation in me. Starting from my family, ഞാൻ എൻ്റെ ഫാമിലിയിലെ വളരെ അണ്ടർ അച്ചീവർ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. രണ്ടാമത്തെ കിഡാണ്. അപ്പോൾ എൻ്റെ എൽഡർ സിസ്റ്റർ, എൻ്റെ യങ്ങർ ബ്രദർ വീട്ടിലേക്ക് വരുന്ന ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അത് ആദ്യം മൂത്ത കുട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിക്ക് കൊടുക്കും. മിഡിൽ കിഡ്സ് ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ മിഡിൽ കിഡ്സിൻ്റെ ഒരു പ്രശ്നമാണ്, വി നെവർ ഗെറ്റ് എനിത്തിങ്. നോബഡി ഗിവ്സ് ഇറ്റ് ടു us. It's either the eldest one or the youngest one. So from my childhood, I've always been a fighter. Fighter in the sense, fighting for remote controls, fighting for the best side of the bed. So fighting for literally everything, the biggest piece of the cake. അങ്ങനെ ഫൈറ്റ് ചെയ്ത് എക്സാമിനേഷന് മാത്രമേ എനിക്ക് അത്ര ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. ഐ നെവർ ന്യൂ ഹൗ ടു സ്റ്റഡി. മാത്സ് മാത്രം ഈ ട്രിക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഐ കുഡ് ആക്ച്വലി ലേൺ മാത്സ്. പക്ഷെ ബാക്കി ഒരു സബ്ജക്റ്റും ഞാൻ നന്നായി പഠിക്കില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ബാക്ക് ബെഞ്ചറായ ഞാൻ ലൈഫിൽ എന്താവും എന്നോട് ചോദിക്കുമ്പോൾ, ദിസ് ഐ ഹവ് ഓൾറെഡി സെഡ് ഇൻ വൺ ഓഫ് ദി ഇൻ്റർവ്യൂ, ഐ ഹാവ് ഓൺലി സെഡ് ദാറ്റ് ഐ വാണ്ട് ടു ബി ഫേമസ് ആകുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഡ്രീം. പക്ഷെ എങ്ങനെ ഫേമസ് ആകണം എന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ എടുത്തിരുന്നില്ല. ഈ ഫേമസ് ആകുക എന്നുള്ളൊരു എയിം ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ സ്കൂളിൽ പഠിച്ച മാർക്ക് വെച്ച് അന്ന് ഇറ്റ് വാസ് പ്രീ ഡിഗ്രി, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് 25 years ago. സോ ആ ഒരു ജനറേഷൻ അറിയാം. ഈ 4 ഗ്രൂപ്പ് അല്ലാതെ കോളേജിൽ വേറെ ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നില്ല. അന്ന് എന്നെപ്പോലെ പഠിക്കാത്ത പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 5 സ്പെഷ്യൽ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ഈ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്കൂളിൽ, അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് റാങ്ക് ജസ്റ്റ് മിസ് അങ്ങനത്തെ ഫ്രണ്ട്സാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ ചോദിക്കും, ഓക്കെ ഏത് കോളേജിൽ പോകുന്നത്? ഞാൻ ഈ കോളേജിലാണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ്, സെക്കൻഡ് ഗ്രൂപ്പാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ, മാം ഞാൻ ഓൾ സെയിൻസ് കോളേജിൽ 5th ഗ്രൂപ്പാണ്. അതെന്ത് ഗ്രൂപ്പ്? നമ്മുടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മാം, അവിടെ കിട്ടിയുള്ളൂ. അപ്പോൾ എന്നോട് അന്ന് ടീച്ചർ പറഞ്ഞൊരു സംഭവമാണ്, ഞാൻ അന്നേ സ്കൂളിൽ ഭയങ്കര ഒരുങ്ങിപ്പോവും, ഐലൈനറൊക്കെ ഇട്ട് കണ്ണ് എഴുതി. സോ ഈ കണ്ണ് എഴുതാൻ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കുട്ടിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ ഇമോഷണലി എല്ലാവരും തളർത്തി. പക്ഷെ ഞാൻ തളർന്നില്ല. ഐ കണ്ടിന്യൂ ടു നോട്ട് സ്റ്റഡി ഇൻ കോളേജ് ഓൾസോ. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ ഡിഗ്രിക്ക് ഞാൻ പോയപ്പം എനിക്ക് എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല. അന്നാണ് സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, അതായത് എല്ലാ ഗ്രൂപ്പിലും അഡ്മിഷൻ കിട്ടാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ ഇംഗ്ലീഷ്. സോ യൂഷ്വലി അവിടെ ലിറ്ററേച്ചറിനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഇടുന്നത്. ഞാനാണെങ്കിൽ ബുക്ക് വായിക്കാറുമില്ല. ഫ്രണ്ട്സൊക്കെ അവിടെ പോയി, അവിടെ മാത്രമേ അഡ്മിഷൻ കിട്ടിയുള്ളൂ എന്നുള്ള പേരിൽ ഞാൻ കോളേജിൽ കയറി. പക്ഷെ അന്നും ഞാൻ എൻ്റെ മന്ത്രം വിട്ടില്ല, ഐ വോണ്ട് ടു ബി ഫേമസ്. ഞാനിത് വീട്ടിൽ വന്ന് എപ്പോഴും പറയാം, അമ്മ എനിക്ക് ഫേമസ് ആവണം, എനിക്ക് എല്ലാവരും എന്നെ തിരിച്ചറിയണം. ഐ തിങ്ക് വീട്ടിൽ ആരും കേട്ടില്ലെങ്കിലും someone up there actually caught me saying this, and everything else I would always like to say I'm a destiny's child. ബാക്കി എല്ലാം എനിക്ക് ഡെസ്റ്റിനി കൊണ്ടുവന്നതാണ്. ഐ ഫീൽ ഇറ്റ് വാസ് എ മാനിഫെസ്റ്റേഷൻ. അങ്ങനെയാണ് എനിക്ക് ആദ്യം ടെലിവിഷൻ നടന്നത്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് വി ഓൾ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു എ ടെലിവിഷൻ ചാനൽ. ഞാൻ അങ്ങനെ പോയി. അവിടുന്ന് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഷോസ്, ആൻഡ് ദെൻ they decided to start the world's first Malayalam FM radio in Dubai. അങ്ങനെ ഇരിക്കുമ്പോഴാണ് luckily my then programming head spotted me on a television channel and thought, ഈ കുട്ടിനെ നമുക്ക് കൊണ്ടുവരാമല്ലോ, ഈ കുട്ടി മോശമല്ല, അത് ഇംഗ്ലീഷും മലയാളം പറയുന്നുണ്ട്. So that was the only criteria. അങ്ങനെ I got head hunted. I was very skeptical ദുബായിൽ വന്ന എങ്ങനെയാണ്, because I was very well settled in Kerala with my friends, going around, having good fun time with them. അവിടുന്ന് ഞാൻ ദുബായിൽ വന്ന എങ്ങനെയുണ്ടാവും? അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു മാസത്തെ സാലറി കിട്ടി, ദുബായിൽ ഫുൾ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോകാന്ന്. സോ ടുഡേ മൈ co-host Arfaz is also sitting here. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. ഇന്ന് we are completing 20 years in the next month.
So that's my long journey in radio. റേഡിയോയിലത്തെ കഥ പറയാനാണെങ്കിൽ it is 20 years. Every day I have a huge story. I think some of the performers here, some of the speakers here has also come as guests in our show. So അങ്ങനെ എൻ്റെ റേഡിയോ ജേർണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് I fortunately happened to see a movie director who later on thought that I would suit a role in a film. He called me, but I immediately told him എന്നെ വീട്ടുകാർ സമ്മതിക്കില്ല, ബിക്കോസ് എൻ്റെ വീട്ടുകാർ പണ്ട് മുതലേ ഭയങ്കര കൺസർവേറ്റീവ് ആണ്. ആദ്യം എന്ത് ചോദിച്ചാലും വേണ്ട, ശരിയാവില്ല, നാട്ടുകാരെന്ത് പറയും, ഇതായിരുന്നു എൻ്റെ വീട്ടിലെല്ലാവരുടെയും ഒരു പ്രശ്നം. അപ്പോൾ ഐ തോട്ട് ഓക്കെ, വെറുതെ ഇനിയിപ്പോൾ അവരോട് ചോദിച്ച് പ്രശ്നമാക്കണ്ട. ആൻഡ് ഐ സെഡ് ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല, എന്നാലും ഞാൻ വെറുതെ ഒരു ലക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കി. And they're like, okay, if you want you can go and try. I took that as a yes. I went ahead, I gave my auditions, I got into movies, but I did not want to quit my radio because അതൊരു ഭയങ്കര ഒരു മാജിക്കൽ സ്പേസ് ആണ്. യുനോ, ഇങ്ങനെയൊക്കെ ഞാൻ ബാളം വെച്ച് സംസാരിക്കുമെങ്കിലും I have had my own share of difficult days. I have had my share of anxieties and all of that. At least my close friends would know that. പക്ഷേ the moment I come to radio, I sit behind the mic, I push the faders up, I forget everything. I become a part of your lives, your morning routine. നിങ്ങൾ വണ്ടി കയറുമ്പോഴത്തേക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ചോപ്പി നൈലയാണെന്ന് എനിക്കറിയാം. സോ ദാറ്റ് ആക്ച്വലി സ്വിച്ചസ് മീ to what I really want to be. എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആഗ്രഹം. സോ ദാറ്റ് റേഡിയോ സെർവ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേഡിയോ വിട്ടു പോകാനേ തീരുമാനിച്ചിട്ടില്ല. I will continue to be there. So this is my story in short. But I don't want to leave this stage without talking about few women. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ അമ്മയാണ്. Some people when they know my name Naila Usha, they're like, do I call you Naila or Usha? I'm like, call me Naila, then I'll answer. If it's Usha, my mom will be answering because എൻ്റെ അമ്മയുടെ പേരാണ് Usha. She's a normal housewife. Normal housewife എന്ന് പറയാൻ പാടില്ല. She's a very strong lady. എൻ്റെ അമ്മയുടെ വളരെ ചെറിയ പ്രായത്തിൽ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, which is my dad. He passed away at a very young age of hers. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ if you're not working, then everybody becomes a decision maker in your family. She had to go through that struggle. So today I feel that every woman, no matter what, you need to have your own bank account. നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. I'm sure ഇന്നിപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാം നല്ല മനസ്സുള്ള പുരുഷന്മാരാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരും പുറത്തുണ്ടാകും. നമ്മളെല്ലാവരും ലൈഫിൽ we try to change our friends, we try and talk and tell them as to who we are, what we are and all that. എൻ്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരേ ഒരു ആണിനെയാണ്, which is my son who's 16 years old now. Today, for anything, for his needs, his wants, his opinions, he comes to me. And tomorrow I know that he will grow up to be someone who respects women. And I have been able to achieve that only because I have been earning, I have a bank balance, I have been able to stand on my own and help him whenever he wants. So, bank balance ഒക്കെ ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതാ, അത് എൻ്റെ ഒരു ട്രോളും കൂടി ഉണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ സീറോ ബാങ്ക് ബാലൻസിൻ്റെ സ്റ്റോറി. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. But then I really feel that every woman has to have her job, has to have her own savings, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് വേണം. സോ ദാറ്റ് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഹാവ് ദാറ്റ് ആസ് എ ബാക്കപ്പ്. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളൂ. ഇവിടെ എൻ്റെ സ്റ്റോറി പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാനല്ല, ഐ ജസ്റ്റ് റിയലി വാണ്ടഡ് ടു ഷെയർ മൈ ജേർണി വിത്ത് യു. ദിസ് ഇസ് മൈ ജേർണി ആൻഡ് മൈ ജേർണി വിൽ കണ്ടിന്യൂ. ഒരുപാട് ഡ്രീമുള്ള ഒരാളാണ് ഞാൻ. ഇന്നിവിടെ നിൽക്കുമ്പോഴും ലൈഫിൽ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ബയോഡേറ്റയ്ക്കകത്തുണ്ടാവും. ദാറ്റ് ഐ ആം ആൻ ആക്ടർ, ആൻ ആങ്കർ, റേഡിയോ ജോക്കി. പക്ഷേ മറ്റൊരു സൈഡിൽ എനിക്ക് ഇനിയും അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യും എനിക്ക് എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും ഉണ്ടെങ്കിൽ. ഐ നോ ദെർ ആർ എ ലോട്ട് ഓഫ് ഗേൾസ് ഹു ലുക്ക് അപ്പ് ടു മീ. സോ എവറി ടൈം ഐ fall, I feel I should get up for these girls who look up to me. So thank you so much once again for inviting me over here and giving me an opportunity to listen to some beautiful stories. I'm totally inspired by Suad, by Alfia. ഇനി ഞാൻ കേൾക്കാനിരിക്കുന്ന സ്റ്റോറീസ്, ഇവിടെ ഖദീജ നേരത്തെ സ്റ്റേജിൽ വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്ത് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം, അതാണ് ഈ ദിവസത്തിൽ ഖദീജ ഇസ് ലുക്കിംഗ് ഫോർവേഡ് ടു. സെയിം ഹിയർ, എനിക്കും ഇങ്ങനെ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയി മോട്ടിവേറ്റ് ആയി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. സോ താങ്ക് യു സോ മച്ച് മീഡിയ വൺ. Oops, I think I took 11 minutes. So sorry about that. Thank you so much once again.